സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമതതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനടുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടെല്ലാം പ്രോത്സാഹനങ്ങൾ നൽകിയവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 50-ാം ദശകം ഒരു ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. വലിയ ശ്ലോകമാണ്, അതാണ് മെല്ലെ നീങ്ങുന്നത്. തരള മധുകൃത് വൃന്ദേ വൃന്ദാവനേത മനോഹരേ മധുകൃത് വൃന്ദേ വണ്ടിൻ കൂട്ടങ്ങൾ. വണ്ടിൻ കൂട്ടങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതായ ശോഭിച്ചതായ വൃന്ദാവനത്തിൽ, മനോഹരമായിട്ടുള്ള വൃന്ദാവനത്തിൽ ചെറിയ പശുക്കുട്ടികളെ മേച്ച് ഭഗവാനും ഗോപന്മാരും സഞ്ചരിച്ചു. ഗവള മുരളി വേത്രം 3 കാര്യങ്ങൾ ഭഗവാന്റെയും കയ്യിലുണ്ടായിരുന്നു, ഗോപന്മാരുടെ കയ്യിൽ. ഒന്ന് വടി, മുടിയങ്കോല്. മോഡേൺ ഭാഷയിലൊരു പറച്ചിലെടുപ്പൊന്നും അതറിയില്ല. കാരണം പോത്തിനെ മേക്കലോ പശുവിനെ മേക്കലോ ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ ഇതൊക്കെ അറിയുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം പശുക്കളെ അടുത്ത വീടുകളിൽ നമുക്കുണ്ടായിരുന്നു. പശുക്കൾ അതിനെ മേയ്ക്കുക എന്നൊക്കെ സമ്പ്രദായം അല്ലേ. കന്ന് പൂട്ടുന്നവരുടെ ഇടയിലാണ് ഈ മുടിയങ്കോൽ ഉണ്ടാവുക. അങ്ങനെ മുടിയങ്കോൽ എന്നാണ് വേത്രം, മുരളി ഓടക്കോല്, പിന്നെ കൊമ്പ്. ഓരോ ശബ്ദം ഉണ്ടാക്കി പശുക്കളെ വിളിക്കുക. ഇതോടുകൂടി അവർ സഞ്ചരിച്ചു. അടുത്തത് വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം. നല്ല ശ്ലോകങ്ങളാണ് കേട്ടോ. ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വൈപാവനേ. അങ്ങനെ വായിച്ച് ശീലിക്കാനുള്ള വൃത്താണോ ഒന്നങ്ങനെ പെട്ടെന്നാണ് കിട്ടില്ല. കിമിവനബോ സമ്പർ സംഭൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്ര ക്ഷേത്രാധികം കമലാപതേ. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം. അങ്ങനെയുള്ള അങ്ങനെ വൃത്തത്തിലാണ് വായിക്കേണ്ടത്. വിഹിത ജഗതീരക്ഷം സ്പീഡിൽ വായിക്കേണ്ട വൃത്താണ്. വിഹിത ജഗതീരക്ഷ വിഹിത ജഗതി എന്നൊക്കെ വായിച്ചാൽ അതിൻ്റെ ഋതത്തിൽ കിട്ടില്ല. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം അതും കൂടി ഓർമ്മിച്ച് വായിച്ചാൽ ശരിക്കും കിട്ടുള്ളൂ. ദദതി ചരണം കണ്ടോ, ദദാന്ന് 2 അക്ഷരം അടുത്തടുത്ത് ഒരേ അക്ഷര. ദതി എന്ന് വായിക്കരുത്, ദദതി ഒന്നും എല്ലാം വായിക്കണം. 2 അക്ഷരം ഞങ്ങളെപ്പോഴും പറയാറുണ്ടായി. ഒരുമിച്ച് വരുമ്പോൾ ഒരേ 2 അക്ഷരം വരുമ്പോൾ ഒരേ അക്ഷരം അവിടെ ശ്രദ്ധിച്ച് രണ്ടും കേൾക്കണം പുറത്തേക്ക്. ദതി എന്ന് വായിക്കരുത്, ദദതി ദദതി തന്നെ വായിക്കണം. അത് കുറേ സ്ഥലങ്ങളുണ്ട് സംസ്കൃതത്തിൽ. 2 അക്ഷരം അടുപ്പിച്ച് വരുമ്പോൾ യയാതി എന്ന് പറയുമ്പോൾ യാതി എന്ന് കേൾക്കുള്ളൂ, പാടില്ല. ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വൈപാവനേ. പാവനമായിരിക്കുന്ന ആ വൃന്ദാവനത്തിൽ, വൃന്ദാവനം തന്നെ പാവനം, അതിൽ ഭഗവാനെ അങ്ങയുടെ ചെന്താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ സ്പർശിക്കുമ്പോൾ എന്തൊരു കൗതുകമാണ്. പച്ച പുൽത്തകിടിയിൽ ഈ ചുവന്ന കാല് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക കോമ്പിനേഷൻ അല്ലേ, കളർ കോമ്പിനേഷനാണ് അവിടെ. ഇതും ഭഗവാന്റെ പാദത്തിലാവുമ്പോൾ ഒരു പ്രത്യേക കൗതുകം. ചരണദ്വന്ദ്വം ദ്വന്ദ്വം രണ്ടിലും കൂവാക്കൂട്ടം ഉണ്ട്. സംസ്കൃതത്തിൽ ഈ കൂട്ടം ഇല്ല കേട്ടോ. അങ്ങനെ എഴുതുക ചോദിച്ചാൽ ദ്വ വാ ദ്വ, ദ് പകുതി വാ പകുതി ദ്വ, ദ പകുതി വാ പകുതി ദ്വ, വാ കൂട്ടിയിട്ടാണ് വായിക്കുക. അത്രയേ ഉള്ളൂ. കൂട്ടക്ഷരത്തിൽ ഈ സംസ്കൃതത്തിൽ കൂവാക്കൂട്ടവും ഇല്ല, കീയാക്കൂട്ടവും ഇല്ല. അത് മലയാളത്തിൻ്റെ സ്വന്തമാണ്. എളുപ്പമുണ്ട്, കാരണം ഒരു കൂട്ടട്ട അവിടെ വാന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ വായിക്കാൻ സുഖം സംസ്കൃതം. ദ്വ എന്ന് വായിക്കാനും ദ്വ എന്ന് വായിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ദ്വ എന്ന് വായിക്കാനാണ് എളുപ്പം. ശരണദ്വന്ദ്വം കണ്ടോ, അവിടെ ബുദ്ധിമുട്ട് കണ്ടോ. ശരണദ്വന്ദ്വം എന്നാണ് സംസ്കൃതം മൃദുവായിട്ട് ഉച്ചാരണം വരിക. ചരണദ്വന്ദ്വം 2 പാദപത്മങ്ങൾ ആ പച്ചപ്പുൽ തകിടിയിൽ തട്ടി ശോഭിച്ചിരുന്നു. ലക്ഷ്മി കരാംബുജലാളിതം പാദത്തിൻ്റെ വിശേഷണമാണ്, ചില്ലറ പാദമല്ല അത്. ഭക്തന്മാർക്ക് എല്ലാം നൽകുന്നതും അവരുടെ വിഷമങ്ങൾ തീർക്കുന്നതുമാണ് അല്ലേ. സ്മരിച്ചാലി ഭക്താനാം കാമവർഷദ്വിതരികിസലയം
നാഥതേ പാദമൂലം. ദേവിയെ പറ്റി പറഞ്ഞു, ആപതി കിങ്കരണീയം ഭരണീയം ചരണയുഗളമമ്പായാം. ഇവിടെ കൃഷ്ണനാക്കാം നമുക്ക്. കൃഷ്ണൻ്റെ പാദപത്മങ്ങൾ സ്മരിച്ചാൽ ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം. ഭാഗവതത്തിൽ പാലാഴി മഥനം സമയത്ത് പറയണതാ, താണുപോയപ്പോഴേ പാലാഴി മന്ത്രം താണുപോയ ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം. എല്ലാ വിപത്തിൻ്റെയും രക്ഷ ഇവിടുതാ കിട്ടുക. സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ പാദമാണ് സ്മരിക്കന്നെ. വിശ്വാസത്തോടു കൂടി സ്മരിച്ചാൽ അതിനൊരു പരിഹാരം അപ്പം അവിടെ ഉണ്ടാവും. അതാണ് ഇവിടെ പാദത്വന്തം ലക്ഷ്മീകരാംബുജലാളിതം. ഇവിടെ അപ്പം അതൊന്നും അല്ല കേട്ടോ പറയണം. മഹാലക്ഷ്മി സേവിക്കുന്ന പാദപത്മങ്ങൾ, മഹാലക്ഷ്മി സദാ തലോടുന്ന പാദപത്മങ്ങൾ. എന്നാൽ സ്ത്രീകൾ സമ്മതിക്കില്ല കേട്ടോ. സ്ത്രീ ബില്ലും കൂടി പരാജയപ്പെട്ടിരിക്കുക പാർലമെൻറ്റിൽ. ഇനിയിപ്പോൾ എത്രയൊന്നും പുരുഷന്മാരനുഭവിച്ചാൽ പോരാ. പക്ഷേ മഹാലക്ഷ്മി ആരെയുടെ പാദമാണ് സേവിച്ചത്, അതും കൂടി നോക്കണം. ലോകത്തിൻ്റെ മുഴുവനെ ഐശ്വര്യത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ഭഗവത് പാദാംബുജത്തെ അല്ലാണ്ട് വേറെ എന്തിനെ നമ്മൾ തലോടുക അല്ലെങ്കിൽ സേവിക്കുക? വെറുതെ അല്ല ലക്ഷ്മി അത് സേവിക്കണത് എന്നാണ്. ലക്ഷ്മീകരാംബുജലാളിതം. ലക്ഷ്മിയുടെ പാദപത്മത്താൽ ലാളിക്കപ്പെട്ടതായ, തലോടപ്പെട്ടതായ, ആശ്രയിച്ചവർക്കെല്ലാ പുരുഷാർത്ഥങ്ങളും നൽകുന്ന ഭക്താനാം കാമവർഷത്തിതരികിസലയം നാഥ തേ പാദമൂലം. ആ പാദമൂലമാണ് വൃന്ദാവനത്തിൽ വെച്ച് സഞ്ചരിച്ചത്. ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവന ബബോ സമ്പത് സമ്പൂരിതം തരുവല്ലരീ. മരങ്ങളും വള്ളികളും വെള്ളവും ഭൂമിയും മലയും വയലും എല്ലാം ആ വൃന്ദാവനത്തിൽ സമ്പൽ സമ്പൂരിതമായി എന്ന് പറയുകയാണ്. എന്താ അത്ഭുതം! ഭഗവത് പാദസ്പർശം കൊണ്ട് അങ്ങനെ അല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഭഗവാൻ ഇവിടുന്ന് പോകുമ്പോൾ കുന്തിദേവി സ്തുതിക്കേണ്ട ഇമേ ജനപദാസ്പൃത സുപക്കൗഷധി വീരുത വനാത്രിനന്ദോ ഇച്ഛണ്ടേ തവ വീക്ഷിതൈ. സർവേശ്വര, അങ്ങ് മനോഹരമായിട്ടുള്ള പാദങ്ങൾ വെച്ച് അനുഗ്രഹിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ അതിനാൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ വൃന്ദാവനം ഇനി എന്തിനു കൊള്ളും അങ്ങ് ഇവിടുന്നാണ് പോയാൽ? വൃന്ദാവനത്തിൻ്റെ സാരസമ്പർത്തവും സർവസ്വമായ ഉണ്മ ആയ അവിടുന്ന് പോയാൽ ഇനി ഇവിടുത്തെ ഒരവസ്ഥ എങ്ങനെ വിചാരിക്കാൻ പറ്റും? അതിനിനി വല്ല ശോഭയുണ്ടോ? ഇമേ ജനപദ, ഈ നഗരങ്ങൾ, സുപക്കൗഷധി, ഈ ചെടികൾ എല്ലാം ഇനി മങ്ങലേൽക്കും, സംശയം വേണ്ട. അതാണ് അവിടെ കിമിവിന ബബോ സമ്പത് സമ്പൂരിതം. ഭഗവാൻ സഞ്ചരിച്ച വഴികൾ, ഭഗവാൻ സഞ്ചരിച്ച പ്രദേശങ്ങൾ, വൃന്ദാവനത്തിൻ്റെ പുൽത്തകിടികൾ, ഗോവർദ്ധന പർവ്വതം എല്ലാം സമ്പൽ സമ്പൂരിതമായി. ഏത് സ്ഥലമാണ് ഭഗവാനെ സമ്പൽ സമ്പൂരിതമല്ലാതിരുന്നത്? എന്തെന്ത് സമ്പത്ത് നിറഞ്ഞവനായി ഭവിച്ചില്ല. ഇനി അവിടെ ഒന്നും ഉണ്ടാവാൻ ബാക്കിയില്ല. എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഇത്രയധികം സമ്പൽ സമൃദ്ധി വരുന്നത്? ഭഗവാൻ അവിടെ ഉണ്ടാവുകൊണ്ടാണ്. അല്ലാണ്ട് ബാക്കിയുള്ളവരുണ്ടാവുകൊണ്ടൊന്നുമില്ല. ബാക്കിയുള്ളവരുള്ള വെച്ചാൽ എന്നോ അതൊക്കെ എല്ലാം ഇല്ലാണ്ടായി ഉണ്ടാവും. ആരും തെറ്റിദ്ധരിക്കണ്ട. ആ ഭഗവാന്റെ ഒരൊറ്റ തേജസ്സാണ് ഗുരുവായൂരായാലും തിരുപ്പതി ആയാലും കാണുന്നതല്ലേ. അല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ ഭഗവാന്റെ എവിടെ ഭഗവാനുണ്ടോ അപ്പോൾ അത് വേറൊന്നും കൂടി വരുന്നു, അവിടെ ഭഗവാനുണ്ട്, സംശയമൊന്നും വേണ്ട. ഇത്രയും കൊള്ളരുതായ്മകൾ കാണിച്ചിട്ടും തന്നെ പറയട്ടെ, പിന്നെയും ഈ ഐശ്വര്യം അവിടെ ഉണ്ടാവാൻ എന്താ കാരണം? സംശയമൊന്നും വേണ്ട, അവിടെ ചിലതുണ്ട്. ആർക്കും ഇതിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഈ ഐശ്വര്യം അവിടെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ പറയണം ഭഗവാൻ അവിടെ ഉണ്ടാവുക കാരണം തരുവല്ലരി, വള്ളികൾ, ധാരാളം പൂക്കളുണ്ടായിട്ട് ഐശ്വര്യമായിട്ട് നിൽക്കുന്നു. സലിലം, തെളിഞ്ഞ വെള്ളം. വെള്ളത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ തെളിവാണ്, തീർത്ഥം പോലെ. ധരണി, ഭൂമി പ്രദേശം. ഗോത്രക്ഷേത്രാധികം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പല അർത്ഥമാട്ടോ. ഇവിടെ കൃഷിസ്ഥലം എന്നാണ്. കൃഷിസ്ഥലം. വൃന്ദാവനത്തിൽ ക്ഷേത്രമൊന്നും ഉണ്ടാവില്ലല്ലോ.
ധാരണത്തിൽ ക്ഷേത്രം ഉണ്ടാവുമോ? കാട്ടിൽ അവിടെ ക്ഷേത്രമൊന്നുമില്ല, അമ്പലങ്ങളൊന്നുമില്ല. ക്ഷേത്രം ഇവിടെ കൃഷിസ്ഥലം, വല്ലവരുടെയൊക്കെ കൃഷിസ്ഥലം ഉണ്ടാവാം. ക്ഷേത്രാധികം കമലാപതേ, അല്ലയോ ലക്ഷ്മി വല്ലഭ, അങ്ങയുടെ സാന്നിധ്യ നിമിത്തം ഒരു പർവ്വതത്തിന് എന്തൊക്കെ വേണം അതൊക്കെ ഗോവർദ്ധനത്തിലുണ്ട്. ഒരു തീർത്ഥത്തിന് എന്തൊക്കെ വേണം അതൊക്കെ കാളിന്തിക്കുണ്ടായി. ഒരു ചെടിയായാൽ ഭംഗിക്ക് എന്തൊക്കെ വേണം ശ്രേയസ്സിന് അതൊക്കെ ആ ചെടിക്കുണ്ടായി. ഒരു വഴിയുടെ സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ അത് അവിടെ ഉണ്ടായി. എന്തിനൊക്കെ എന്തൊക്കെ വേണം അതൊക്കെ അവിടെ ഉണ്ടായി. ഭഗവാൻ ഉണ്ടായ അങ്ങനെയുള്ളൂ. ആണ് തരുവല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം. മലയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതാ മലയ്ക്കുണ്ടാവും. രത്നങ്ങളുടെ നിക്ഷേപം, ചെടികൾ, പുഷ്പങ്ങൾ, കായ്കൾ, പഴങ്ങൾ, ഇതൊക്കെയാണ് അത്രയും ഒരു മലയുടെ ഐശ്വര്യം. അതവിടെ ഉണ്ടായിരുന്നു. കിമിവന സമ്പത് സമ്പൂരിതം നബഭൗ, എന്തൊക്കെ അവർക്കുണ്ടായില്ല, എല്ലാം ഉണ്ടായി. അവിടം സമ്പത് സമ്പൂരിതമായി ഭവിച്ചു. ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഭവത് സാന്നിധ്യ പുണ്യോത്തരേ. കൃഷ്ണാവതാരം പറയുമ്പോൾ നാരായണീയത്തിൽ തന്നെ പറയും, പിന്നീട് അങ്ങയുടെ സാന്നിധ്യത്താൽ ശോഭിച്ചതായിട്ടുള്ള മഥുര. വിഹിത ജഗതീരക്ഷം, വിഹിത ജഗതീരക്ഷം 3 ലോകവും രക്ഷിക്കുന്നതും ശ്രീദേവി തലോടുന്നതും 3 ലോകത്തിന് ആശ്രയം ഭഗവത്പാദമാണ്. വിഹിത ജഗതീരക്ഷം രക്ഷം ലക്ഷ്മീകരാംബുജലാളിതം, ലക്ഷ്മീദേവിയാൽ പരിലാളിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള 2 കാലുകൾ. ദദതി ചരണദ്വന്ദ്ം വൃന്ദാവനേ ത്വയിപാവനേ. ആ കാലടികൾ വൃന്ദാവനത്തിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ കിമിബന ബബോ സമ്പത് സമ്പൂരിതം തരുവല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം കമലാപതേ. സലിലം വെള്ളം, കാളിന്തി ജലം, വളരെ നല്ല വെള്ളമായിട്ട് മാറി. ധരണി ഭൂമി, ഗോത്രം അവിടുത്തെ ചില ആൾക്കാരുടെ വസിക്കുന്നതായിട്ടുള്ള കൂട്ടത്തിന് പറയാൻ ഗോത്രം എന്നാണ്. ഗോത്രം പല അർത്ഥങ്ങളുമുണ്ട്. അവരുടെ വംശം എന്നുള്ള അർത്ഥവും വരും. ക്ഷേത്രാധികം കൃഷിസ്ഥലം, അല്ലയോ കമലാപതേ, എല്ലാം സമ്പത് സമ്പൂരിതമായി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.